പത്തനംതിട്ട തിരുവല്ല കുറ്റപ്പുഴയിൽ കനത്ത മഴയിൽ റോഡിലേക്ക് മതിലിടിഞ്ഞു വീണു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് അപകടം. സംഭവ സമയം നടന്നു വന്ന വയോധികൻ അപകടത്തിൽ നിന്നും തലനരയ്ക്കിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, ഈ ഒരു മഴയെ തുടർന്ന് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു മതിലിടിഞ്ഞ് വീണ ഒരു അപകടം ഉണ്ടായത്. ഏതായാലും ഈ ഒരു നടന്നുപോയ വയോധികൻ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇടവപ്പാതി ഇന്നലെ മുതലാണ് പത്തനം ജില്ലയിൽ ശക്തമായിട്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ ഇന്നുമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ് പല പ്രദേശത്തും നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ കനത്ത മഴയാണ്. അപ്പം ഈ കനത്ത മഴയെ തുടർന്ന് ജലാശയങ്ങളിലൊക്കെ, പ്രധാനപ്പെട്ട ജലാശയങ്ങളിലൊക്കെ, നദികളിലൊക്കെ അല്പം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഈ കനത്ത മഴയെ തുടർന്നാണ് നമ്മുടെ ഈ തിരുവല്ലയിൽ ഇന്നലെ വൈകിട്ട് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രധാനപ്പെട്ട, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്കും പിന്നെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കും പോകുന്ന എളുപ്പമുള്ള ഒരു വഴിയാണ് ഈ തിരുവല്ല കുറ്റപ്പുഴ റോഡ്. അതിന്റെ ആ റോഡിന്റെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു കരിങ്കല്ല് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മതിലാണ് ഈ അതിശക്തമായി പെയ്ത മഴയിലേക്ക് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. നാളുകൾക്ക് മുമ്പ് ഈ മതില് ബലക്ഷയമാണെന്ന് നാട്ടുകാരെ ബന്ധപ്പെട്ട ഈ സ്വകാര്യ വ്യക്തിയോടും ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇയാളിത് ബലമായിട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് കനത്ത മഴയില് ഈ വയോധികൻ റോഡിലോട്ട് നടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ ഈ കൂറ്റൻ ഈ മതില് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയും അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം പരാതി നൽകുമെന്നാണ് മറ്റ് മാധ്യമങ്ങളോടൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ദീപ്തി, ഇപ്പോഴും ജലാശയങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നതിനാൽ ക്യാമ്പുകളിലൊക്കെ തുടങ്ങാനുള്ള ക്രമീകരണങ്ങളൊക്കെ ത്രിതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ദീപ്തി, ഏതായാലും പത്തനംതിട്ട തിരുവല്ല കുറ്റപ്പുഴയിലാണ് കനത്ത മഴയിൽ റോഡിലേക്ക് മതിലിടിഞ്ഞു വീണത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും സംഭവ സമയത്ത് നടന്നു വന്ന വയോധികൻ തലനാരിടയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.